എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇതേ സമയം വെച്ച് റോഡിലൂടെ നടക്കുകയായിരുന്നു. എല്ലാം അറിയുമ്പോൾ ഇനി എന്തൊക്കെയാവും കാർത്തിക് ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്ക് യാതൊരു പിടിയുമില്ലായിരുന്നു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. കാർത്തിക് റോഡിന് ഇരുവശവും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. സന്ദീപ് അവനൊപ്പം ചുറ്റും കണ്ണോടിച്ച് നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇട്ട് നിന്നും സന്ദീപ് മുന്നോട്ടാഞ്ഞ് കാർത്തിയെ നോക്കിയതും അവൻ ദൂരേക്ക് ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. സന്ദീപ് അവിടേക്ക് നോക്കിയതും ലച്ചു റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടു. കാർത്തിയുടെ മുഖത്ത് അവളോടുള്ള ദേഷ്യം ആളിക്കത്തി. അവൻ ഡോറിറങ്ങിയതും സന്ദീപ് അവനെ പിറങ്ങി ചുറ്റുമെന്ന് നോക്കി. കാർത്തി, നല്ല തിരക്കാ. ഇവിടെ വെച്ച് എന്തെങ്കിലും ഉണ്ടായാ അത് വലിയ പ്രശ്നമാവും. അവൾ ഇവിടെയൊക്കെ പോകുന്ന നോക്കിയിട്ട് പോരെ, സന്ദീപ് പറഞ്ഞു. കാർത്തിക് അത് മൈൻഡ് ആ ദേഷ്യത്തിന് മുന്നിലേക്ക് കുതിച്ചു. ലച്ചു ഒന്നും അറിയാതെ റോഡിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് അവിടെ മുന്നിലേക്ക് ഒരു കാർ വന്ന് നിന്നു. കാർത്തിക് പെട്ടെന്ന് നിന്നു. കാറിൽ നിന്ന് കോർഡർ സീറ്റിന്റെ ഡോറിൽ നിന്ന് ആരോളകത്തേക്ക് വലിച്ചത് ഒന്നിച്ചായിരുന്നു. അത് കണ്ടത് കാർത്തിക് ആ കാറിനടുത്തേക്ക് ഓടിയതും അതിന് മുന്നേ കാർ അവിടെ വിട്ട് പോയിരുന്നു. അത് കണ്ടത് അവൻ തിരിച്ചോടി വണ്ടിയിൽ കയറി. അവർ ആ വണ്ടിക്ക് പുറകെ പോയെങ്കിലും ആ കാർ കണ്ടുപിടിക്കാനായില്ല. സിറ്റി മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് അവളെ കിട്ടാതായതും അവൻ വീട്ടിലേക്ക് തിരിച്ചു. ഗൗരി ഹോസ്പിറ്റലിൽ പോയി വന്ന് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. കാർത്തി അവരെ മൈൻഡ് ചെയ്യാതെ അകത്ത് കയറി ബെഡിന്റെ മൂലയിൽ ചുരുണ്ടൂടിയിരിക്കുന്ന രാധികയും ഗിരിയെയും നോക്കി അവരുടെ അടുത്തേക്ക് ചെന്നു. ദേഷ്യത്തിൽ അവരെ പിടിച്ചെണീപ്പിച്ചു. അവരുടെ കവളിൽ ആഞ്ഞടിച്ചുകൊണ്ട് രണ്ടുപേരെയും കഴുത്തിന് കുത്തിപ്പിടിച്ചു. നിങ്ങളുടെ മോളെന്നെ വീണും പറ്റിച്ചു. വെറുതെ വിടില്ല ഞാൻ അവളെ. അവള് കാണിക്കുന്നതിനൊക്കെ നിങ്ങൾ രണ്ടും അനുഭവിക്കും. വെട്ടിക്കീറി തുണ്ടാക്കി കത്തിക്കും ഞാൻ എല്ലാത്തിനെയും. അവനവരുടെ കഴുത്തിൽ മുറുക്കിക്കൊണ്ട് പറഞ്ഞു. അവർ രണ്ടും ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അത് കണ്ടു ഗൗരി മാറി നിന്ന് ചിരിച്ചു. കാർത്തി വേണ്ട, സന്ദീപ് അവനെ പിടിച്ചു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കൊല്ലട്ടട രണ്ടിനെയും. അവളിന്ന് എന്നോട് കാണിച്ചിന് ഇത് തന്നെയാണ് അവൾക്കുള്ള ശിക്ഷ. ചാത്തി കിടക്കുമ്പോ എവിടെയാണെങ്കിലും അവൾ ഓടി വരും, ഗൗരി ദേഷ്യപ്പെട്ട് പറഞ്ഞു. അത് വെറും തോന്നൽ മാത്രമാ. അവൾ വരുന്നുണ്ടെങ്കിൽ അത് ഇവരെ തിരക്ക് മാത്രമാവും. ഇവരില്ലാതെ പിന്നെ അവൾ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെയായാലും നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോഴും അവളുടെ പേര് തന്നെയാണ്. അവൾ രക്ഷപ്പെടാനുള്ള പുതിയ പഴുതുകൂടിയാവും. എന്താണെന്ന് ഓർത്തിട്ട് വേണം ഇവരെ കൊല്ലാൻ നിൽക്കുന്നത്, സന്ദീപ് പറഞ്ഞു. കാർത്തിയുടെ കഴുത്തിൽ മുറുക്കിയ കൈയച്ചുകൊണ്ട് ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി. ഇവരുടെ ദാന നിങ്ങളുടെ ഈ ജീവിതം. ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. മോളോട് പറഞ്ഞ് വേണ്ട പോലെ നിന്നാ ജീവനെങ്കിലും ബാക്കിയുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, സന്ദീപ് അവരെ നോക്കി പറഞ്ഞുകൊണ്ട് പോയി. ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ശരി, അവളെ നിങ്ങൾക്ക് കിട്ടില്ല. ഇത്രയും ദ്രോഹം ചെയ്യാൻ എന്ത് തെറ്റാ ഞങ്ങൾ നിങ്ങളോട് ചെയ്ത്, രാധിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഗിരി അവരെ തടഞ്ഞു. വേണ്ട രാധികേ, സ്വന്തം രക്തത്തോട് പോലും ദയ കാണിക്കാത്ത കൂട്ടങ്ങളായി ഇവര്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റുപറ്റിയത് നമുക്കാ. വിശ്വസിച്ചു പോയല്ല. അതുകൊണ്ടാ ഒന്നടങ്കം നമ്മളെ തളർത്തിക്കളഞ്ഞ്, ഗിരി ഗൗരിയെ നോക്കി പറഞ്ഞു. അവർ പുച്ഛിച്ച് കാണിച്ചു. ശരിയാ, ഞങ്ങൾക്ക് ആരോടും ദയയില്ല. ഇനി അത് ഉണ്ടാവുകയില്ല. കൂടുതൽ സംസാരിക്കാൻ നിന്നാലേ ഇത്രയും നാൾ മറച്ചു വെച്ച പലതും പലരും അറിയും. അതുകൊണ്ട് ഇവിടെ എവിടെ കിടന്നോണം രണ്ടും. എന്റെ മോന് കിട്ടേണ്ട അവനെന്നെ കിട്ടണം. അതെന്റെ വാശിയാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളെ കൊന്നിട്ടായിരുന്നു നേടാൻ എനിക്കറിയാം. ഗൗരി അതും പറഞ്ഞ് ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി. കാർത്തിക് പുറത്തിരുന്ന് കുടിക്കുന്നുണ്ട്. ഗൗരി അവന്റെ അടുത്തേക്ക് എന്നു. നീ വിഷമിക്കണ്ടടാ, അവളെ നമുക്ക് കിട്ടും. അവളെ മാത്രമല്ല, കൂടെയുള്ള മൂന്നിനെ എനിക്ക് വേണം. അമ്മയെ എങ്ങനെ ആക്കിയതിന് ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ കൊടുത്തേ കാർത്തി വിടുള്ളൂ. കാർത്തി ഒരു ചിരിയോടെ മദ്യം വായിലേക്ക് അമഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. വെറുതെ വിടരുത് ഒന്നിനെ. അതിനെന്താന്ന് വെച്ചാൽ നിനക്ക് ചെയ്യാം. കൂടെ അമ്മയുണ്ടാവും, ഗൗരി പറഞ്ഞു. കാർത്തിയെ കേട്ട് ചിരിച്ചുകൊണ്ട് സന്ദീപിനെ നോക്കി. നീ ഉണ്ടാവില്ലടാ എൻ്റെ കൂടെ. ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. കിട്ടുന്നതിൽ പങ്ക് എനിക്ക് കൂടി. നിനക്ക് ഇഷ്ടമുള്ളതിന് നിനക്കെടുക്കാം, കാർത്തി പറഞ്ഞു കേട്ട് സന്ദീപ് കേട്ട് ചിരിച്ചു. ഇത്രയും നേരമായിട്ട് ഇപ്പോഴാണ് എന്നെ വിളിച്ചു പറയുന്നത്? ആര്യ വിളിച്ച് ആനന്ദിനെ അറിയിച്ചു. അവനോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു. ഞാൻ കുറെ ട്രൈ ചെയ്ത ഏട്ടനെ കിട്ടിയില്ല, അതാ. നിങ്ങൾ ഒന്നിച്ചല്ല ഞാൻ അവിടെ ആക്കിയത്, പിന്നെ ഒന്നിച്ചല്ല തിരിച്ചു വരേണ്ടത്. അവളെ അവന്റെ കയ്യിൽ കിട്ടിയ പിന്നെ പറയാത്താ നല്ല. ചേച്ചിയാ ഏട്ടാ. നീ വെച്ചോ. അമ്മയോട് പറയാൻ നിൽക്കണ്ട. അവൾ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അന്വേഷിക്കട്ടെ. അവനവർ ഫോൺ കെട്ടാക്കി എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നു. പിന്നെ ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ വണ്ടിയെടുത്ത് അവളെയും തപ്പി ഇറങ്ങി. ആൻസി ചേച്ചിയോ? ലച്ചു വണ്ടി ഓടിക്കുന്ന ആളെ കണ്ടോ ഞെട്ടി ചോദിച്ചു. അത് കേട്ടത് ആൻസിയോട് നോക്കി ചിരിച്ചു. ഞാൻ നിന്നെ നോക്കി ഇറങ്ങിയതാ. കുറച്ച് നേരം കൊണ്ട് കിടക്കണം തപ്പുന്നു. അപ്പോഴാ നൂല് പൊട്ടിയ പട്ടം പോലെ എങ്ങോട്ടെന്നില്ല നടക്കുന്ന നിന്നെ കണ്ടത്, ആൻസി പറഞ്ഞു. ലച്ചു സംശയം മാറാതെ അവളെ നോക്കി. തനിക്ക് എന്നോട് ഒരുപാട് ചോദിക്കാനുണ്ടെന്നറിയാം. എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. നമുക്ക് ഫ്ലാറ്റിൽ ചെന്നിട്ട് വിശദമായി സംസാരിക്കാം, ആൻസി പറഞ്ഞതും ലച്ചു ഒന്നും മനസ്സിലാവാതെ തലയാട്ടി. ഫ്ലാറ്റിലെത്തിയത് ആൻസി വണ്ടി പാർക്ക് ചെയ്ത് അവളെയും കൊണ്ട് അകത്തേക്ക് നടന്നു. ലച്ചു ചുറ്റും നോയിക്കൊണ്ട് പേടിച്ച് മുന്നിലേക്ക് നടന്നു. അവളുടെ പരിഭ്രമം കണ്ട് ആൻസി ചിരിച്ചു. വാടോ. റൂമിന്റെ ഡോർ തുറന്നുകൊണ്ട് ആൻസി വിളിച്ചു. ലച്ചു അകത്തേക്ക് കയറി. ആൻസി ഫ്രിഡ്ജിൽ നിന്ന് ജ്യൂസ് എടുത്ത് ലച്ചുവിന് കൊടുത്തു. അവൾ ഒറ്റ വലിക്കാതെ കുടിച്ചു തീർത്തു. ആൻസി അവളുടെ മുമ്പിലായിരുന്നു. താനും കാർത്തിയും തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങളുടെ മാരേജ് കഴിഞ്ഞല്ലേ? വിവാഹം കഴിഞ്ഞപ്പോഴാണോ അവന്റെ സ്വഭാവം മനസ്സിലായത്? ആൻസി ചോദിച്ചു. അവൾ അല്ലേന്ന് തലയാട്ടി. ലച്ചുവിന്റെ കണ്ണ് നിറഞ്ഞു വന്നു. ഞങ്ങളുടെ വിവാഹം നടന്നിട്ടില്ല.
ഓ താങ്ക് ഗോഡ്. ആൻസി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു ലച്ചു അവളെ നോക്കി. സത്യം പറയാലോ, തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാവൻ. പലവട്ടം തന്റെ ഫ്രണ്ട്സ് കൂടെയാണെന്ന് പറഞ്ഞല്ലായിരുന്നു, എന്നിട്ട് താൻ കേട്ടില്ലല്ലോ. ഇപ്പൊ അവരുടെ സ്വഭാവമൊക്കെ മനസ്സിലായോ? ആൻസി ചോദിച്ചു. അവളൊന്ന് മൂളിക്കൊണ്ട് തലതാഴ്ത്തി. താൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. നിങ്ങളുടെ മാരേജ് ആയെന്ന് കോളേജിൽ കൂടെ പഠിച്ച ഫ്രണ്ട്സ് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞ്. സത്യത്തിൽ അന്ന് തന്നെ ഓർത്ത് എനിക്ക് വിഷമം തോന്നി. അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ പോകുന്ന ഓർത്ത്. എൻ്റെ തെറ്റാ എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞിട്ട് മനസ്സിലാവാതെ പോയത്. അവൾ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അല്ല, ചേച്ചി എന്തിനാ എന്നെ തിരക്കിയെന്ന്? ഞാൻ അവിടെ ഉണ്ടെന്ന് ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി? ലച്ചു സംശയത്തോടെ ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ അതെനിക്കും അറിയില്ലടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നപ്പോഴെനിക്ക് കോൾ വന്ന്. നിങ്ങളുടെ കോളേജിൽ പഠിച്ച നക്ഷത്ര ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ടൗണിലുണ്ടെന്നൊക്കെ പറഞ്ഞ് ആരോ കോൾ ചെയ്തു. തന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ആരാണെന്ന് മാത്രം ചോദിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അറിഞ്ഞ സത്യമാണെന്ന് അറിയാനാ ഞാൻ നേരെ അവിടേക്ക് വന്ന്. തന്നെ കാണാണ്ട് ആ നമ്പറിൽ തിരിച്ചു വിളിച്ചെങ്കിലും നിലവിലില്ലെന്നാ പറഞ്ഞ്. ആരെങ്കിലും പറ്റിച്ചതാവെന്ന് കരുതി തിരിച്ചു വരാൻ പോയപ്പോഴാണ് തന്നെ കണ്ടത്. ആൻസി പറഞ്ഞു. ലച്ചു വിശ്വാസം വരാതെ ആൻസിയെ നോക്കി. ഞാനറിയാത്ത ആരെ എന്നെക്കുറിച്ച് അറിയുന്നത്? ഇതുപോലെ തന്നെ ഞങ്ങളുടെ മാരേജിന്റെ തലേന്ന് എനിക്കൊരു കോൾ വന്ന്. കാർത്തിയായിട്ട് എന്തോ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ അയാൾ പറഞ്ഞു കേട്ടിട്ടാ ഞാൻ ഏട്ടനെ തേടി ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ശരിക്കും ഞെട്ടിക്കുന്ന സർപ്രൈസാണ് എനിക്ക് കിട്ടിയത്. ഇത്ര പെട്ടെന്ന് ജീവിതം മാറി മറിയെന്ന് ഞാൻ കരുതിയില്ല. ലച്ചു ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. താനിപ്പോൾ അവരുടെ കൂടെയല്ലേ നിൽക്കുന്നത്? അല്ല. ലച്ചു ഒന്ന് അവിടുന്ന് ഇറങ്ങിയ പോലുള്ള കാര്യങ്ങൾ അവളോട് പറഞ്ഞു. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുന്നതിലും വഴിയുണ്ടോ? ഞാൻ വിളിച്ചു പറയാം. അവർ ടെൻഷൻ ആവില്ല തന്നെ കാണാണ്ട്? ഏയ് ഇല്ല, ഞാൻ ആര്യയോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ പറയണ്ടെന്ന്. പക്ഷെ അവൾ ആന്റിനോട് പറഞ്ഞിട്ടുണ്ടാകുന്നൊരു പേടിയുണ്ട്. എന്നാൽ പിന്നെ ആരുടെ നമ്പർ പറയും, ഞാൻ വിളിക്കാം. ഏയ് അത് വേണ്ട, ചിലപ്പോൾ ദേഷ്യത്തിൽ ചീത്ത പറഞ്ഞാലോ എന്നെ. ലച്ചു പറഞ്ഞു. ആൻസിയെ കേട്ട് ചിരിച്ചു. തന്നെ സംരക്ഷിക്കുന്ന അവരല്ലേ ഇടൂ. അപ്പോൾ ചീത്ത പറയാനും വേണ്ടി 2 തരാനുള്ള അധികാരം അവർക്കുണ്ട്. താൻ നമ്പർ പറയും. ആൾ പറഞ്ഞു. ലച്ചു പോക്കറ്റിൽ നിന്ന് നമ്പർ എടുത്ത് ആൻസി കൊടുത്തു. നാൻസി അപ്പോൾ തന്നെ ആ നമ്പർ വിളിച്ച് അവൻ അറിയിച്ചു. ആള് നല്ല ടെൻഷനായിട്ടുണ്ട്. കലിപ്പിനാണോ എന്നൊരു ഡൗട്ട്. ഈ ആനന്ദ് എങ്ങനെയാ, തന്നോട് നല്ല അടുപ്പാണോ? ആൻസി ചോദിച്ചു കേട്ട് ലച്ചു നെറ്റി വിളിച്ചു. ആരാ? ഞാൻ ആനന്ദ്. ലച്ചുവിടെ? അവൻ അയച്ചുകൊണ്ട് ചോദിച്ചെങ്കിൽ ലച്ചു അവൻ്റെ സൗണ്ട് കേട്ട് അവിടെ അടുത്തേക്ക് ചെന്നു. അവളെ കണ്ടതും അവനവളെ മുഴുവനും നോക്കി. കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടതും അവനവളെ കലിപ്പിൽ നോക്കി. അത് കണ്ട് അവൾ തലതാഴ്ത്തി. താൻ വാ. ആൻസി അകത്തേക്ക് വിളിച്ചും അവനകത്തേക്ക് കയറിയിരുന്നു. ലച്ചു ഒരു സൈഡിൽ മാറി നിൽക്കുന്ന കണ്ട് ആൻസി അവളെ പിടിച്ച് അവൻ്റെ അടുത്തിരുത്തി. ഞാൻ നക്ഷത്രയുടെ സീനിയർ ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ കോളേജിൽ വെച്ചിൽ നല്ല പരിചയമുണ്ട്. കാർത്തികിനോട് വെച്ച് എനിക്ക് പരിചയമുണ്ട്. കോളേജിൽ മുഴുവൻ പാട്ടായ പ്രണയമായിരുന്നു ഇവരുടെ ഇത്. ആൻസി പറഞ്ഞു. ലച്ചു തലതാഴ്ത്തിയിരുന്നു. ആനന്ദ് അത് കേട്ട് അവളെ നോക്കിയിട്ട് ആൻസിയെ നോക്കി. ചിലരൊക്കെ ഉണ്ട് കൂടെ കൈപ്പിടിച്ച് നടത്താൻ ആളുണ്ടെങ്കിലും അവരുടെ മനസ്സ് കാണാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവര്. അവർക്ക് മറ്റുള്ളവരുടെ വേദന അറിയാനാവില്ല, മറ്റുള്ളവരുടെ ടെൻഷൻ എത്രയാണെന്ന് അറിയാൻ ശ്രമിക്കില്ല. അവർക്ക് ഇന്ന് അവരുടെ കാര്യം മാത്രമാ. ആനന്ദ് പറഞ്ഞതും ലച്ചു അത് കേട്ട് അവനെ നോക്കി. അവളെ പറ്റി പറഞ്ഞാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അത് കേട്ടതും ആൻസി ചിരിച്ച് രണ്ടുപേരെയും നോക്കി. അത് പിന്നെ ഞാൻ ആർക്കും. താങ്ക്സ് ആൻസി, ഇങ്ങനെ കാര്യം ചെയ്തതിന് ഒരുപാട് നന്ദി. ചിലർക്ക് അതില്ലെങ്കിലും അവർ കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടി താൻ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി. ലച്ചു പറയാമെന്ന് കൂട്ടാക്കാതെ ആനന്ദ് ആൻസിയോട് പറഞ്ഞു. അത് കേട്ട് ആൻസി തലകുലുക്കി. ഞാനിവളോട് കാര്യങ്ങൾ തിരക്കായിരുന്നു, അപ്പോഴാ താൻ വന്ന്. എന്നാ പിന്നെ ശരി, ഇനി കാണുമ്പോൾ വിഷയത്തായിട്ട് സംസാരിക്കാം. ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വാ. ആൻസി പറഞ്ഞു. ലച്ചു അതിന് തലയാട്ടി. ആനന്ദ് ഇറങ്ങിയതും ആൻസിയോട് യാത്ര പറഞ്ഞ് ലച്ചു അവൻ്റെ പുറകെ ചെന്നു. വണ്ടിയിൽ കയറിയിട്ട് ആനന്ദ് മിണ്ടാതിരിക്കുന്നുണ്ട്. ലച്ചുവിന് വല്ലാതെയായി. അതെ, എനിക്ക് സംസാരിക്കാനുണ്ട്. അവൾ പറഞ്ഞുവെങ്കിലും അവൻ മൈൻഡ് ചെയ്യാതെ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എനിക്കൊരു സംസാരിക്കാനുണ്ടെന്ന് അവൾ വീണ്ടും പറഞ്ഞു. അവൻ വണ്ടി പെട്ടെന്ന് നിർത്തിയതും അവൾ മുന്നിലേക്ക് ആഞ്ഞ് തല ചെന്ന് ഫ്രണ്ടിൽ തട്ടി. ലച്ചു നെറ്റ് തടവിക്കൊണ്ട് അവനെ നോക്കിയതും ഇതൊന്നും കാണാത്ത ഭാഗത്തിലിരിക്കുകയാണ് അവൻ. അതെ, സ്മാർട്ടാവാം, ഓവർ സ്മാർട്ട് ആവരുത്. അവൾ പറയാമെന്ന് വകവെക്കാതെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. നിനക്ക് ഞങ്ങളോട് ചിലപ്പോൾ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹമില്ലായിരിക്കാം. നീ ഒരു നിമിഷങ്ങൾ എന്നെ കുറിച്ച് ചിന്തിച്ചോ? എൻ്റെ അമ്മയെ കുറിച്ച് ചിന്തിച്ചോ? എൻ്റെ അമ്മ നിന്നെ സ്വന്തം മോളെ പോലെയല്ലേ കാണുന്നത്? ഓരോന്നും സ്വയം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കുണ്ടാവുന്ന വിഷമം എത്രയാന്ന് നീ ആലോചിച്ചോ? അതെങ്ങനെയാ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നിനക്ക് അതെങ്ങനെ മനസ്സിലാവും? അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടിട്ടും കാണാത്ത പോലെ അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു. കാറിന്റെ ഡോർ ഇറക്കുന്ന സൗണ്ട് കേട്ടതും അവൻ അവളിരുന്ന ഭാഗത്തേക്ക് നോക്കിയതും അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ട് അവൾ നെറ്റി വിളിച്ച് നോക്കി. അവൾ കണ്ണുടച്ചുകൊണ്ട് നടന്നു പോകുന്ന കണ്ടതും അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെന്നു. നീ ഇതെങ്ങോട്ടാ? ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടണ്ട. ലച്ചു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞില്ല. അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞ സോറി. ദേഷ്യമല്ലേ? എന്നെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ? കാർത്തികന്റെ സ്വഭാവം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ? ഞാൻ സ്വയം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നാണോ? എൻ്റെ ജീവിതരക്ഷി എനിക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. എൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ ഞാൻ കഴിയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് ഈ ദിവസം വരെ അവരൊന്ന് കാണാനാവാതെ ആ വിഷമം കടിച്ചമർത്തി നടക്കുന്നവളാണ് ഞാൻ. അത് അവരെയൊക്കെ പേടിച്ച് എൻ്റെ വിഷമം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല.
അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ കടന്നു വന്ന വഴിയിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. ജീവൻ പറിച്ചു കൊടുത്ത് സ്നേഹിച്ചവന്റെ വഞ്ചന എത്രത്തോളാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇനി നിങ്ങളുടെ കൂടെ ഞാനില്ല. ഇത്രയും ദിവസം നിങ്ങളുടെ സംരക്ഷണത്തിന് എന്നെ താമസിപ്പിച്ചതിന് ഒരുപാട് നന്ദി. അവൾ കൈകൂപ്പി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. അവൾ പോകുന്നത് നോക്കി. ഇങ്ങനെയാണോ നീ നന്ദി കാണിക്കുന്നത്? കൊള്ളാം, നന്നായിട്ടുണ്ട്. സ്വന്തം മോളെ പോലെ കാണുന്ന അമ്മയും അച്ഛനെയും സ്വന്തം ചേച്ചിയെ പോലെ കാണുന്ന എൻ്റെ ആരെയും മറന്ന് അവരുടെ ഒരു വാക്ക് പറയാതെ പോകാൻ നിനക്ക് സാധിക്കുന്നല്ലോ. ഇതാണല്ലോ നിന്റെ നന്ദി. അവൻ ചോദിച്ചിട്ട് ലച്ചോതയുടെ സ്റ്റെക്കായി നിന്നു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. നിന്നോട് മനഃപൂർവ്വം പറഞ്ഞല്ലോ ഒന്നും. അറിഞ്ഞിടത്തോളം കാർത്തിക് അവൻ്റെ അമ്മ എങ്ങനെയുള്ള ആൾക്കാരെന്ന് അറിയാവുന്നതുകൊണ്ടാ ആര് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ടെൻഷനായത്. ഈ നിമിഷം വരെ അമ്മ അറിഞ്ഞിട്ടില്ല നീ ചെയ്ത്. നീ എൻ്റെ കൂടെ ഉണ്ടെന്ന സമാധാനത്തിലെ അമ്മ. ഞങ്ങളൊക്കെ കളഞ്ഞിട്ട് പോയാൽ നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഞങ്ങളെപ്പോലെ നിനക്ക് സംരക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല. നിനക്ക് വാക്കുന്ന ഞാനാ. എന്ത് പ്രശ്നം ഉണ്ടായാലും നിന്നെ രക്ഷിക്കാമെന്നും കൂടെ കാണുമെന്നും അതൊക്കെ മറന്ന് സ്വയം രക്ഷിക്കാനാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് പോവാം. ആരെന്ത് പറഞ്ഞു അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന്. ശരിയാണ്, പോയാൽ എനിക്ക് എൻ്റെ ജീവന് പോലും സുരക്ഷിതത്വം ഉണ്ടാവില്ല. എങ്ങോട്ടേക്ക് പോകണമെന്ന് യാതൊരു പിടിയുമില്ല. പക്ഷേ ഞാൻ കാരണം ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ആരെയും പ്രിയം കാവ്യൊക്കെ എന്നെ കാരണം അപകടത്തിലാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ. ഓ, അപ്പൊ ഇത്രയും ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിന്നപ്പോൾ തനിക്ക് തോന്നലൊന്നും ഉണ്ടായില്ലേ? അത് പിന്നെ ഞാൻ. അവൾ വാക്കുകൾ കിട്ടാ ബുദ്ധിമുട്ടുന്നുണ്ടാവും പറഞ്ഞു. ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. ഇത്രയും ദിവസം ഞങ്ങൾ നോക്കിയില്ലേ? രണ്ട് കൽപ്പിച്ചതിനെ കൂടെ നിർത്തുന്നത്. തൻ്റെ പ്രശ്നങ്ങൾക്കൊരു അവസാനം ഉണ്ടാകുന്നവരെ കൂടെ ഉണ്ടാവും. അതിനുശേഷം വാ. ആനന്ദ് വിളിച്ച് ലച്ചുവന്റെ മുഖത്തേക്ക് നോക്കി. അവനവളുടെ നേർ കൈ നീട്ടിയതും അവൾ മടിച്ചു നിൽക്കുന്ന കണ്ട് ആനന്ദ് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. ആര്യയുടെ കോൾ അവനെ തേടി ഇടയ്ക്കിടെ വന്നു. അവനവളോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ വിഷമായി എന്നറിയാം. അത് തൽക്കാലത്തിനുള്ള ശിക്ഷയാണെന്ന് കരുതിയാൽ മതി. ഇനി ഇതുപോലെ എന്തെങ്കിലും കാണിക്കാൻ നിന്നാ. അവൻ പറഞ്ഞ അവൾ ചുണ്ടികളൊക്കെ കാണിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. അത് കണ്ടത് അവൻ ചിരിച്ചുകൊണ്ട് വണ്ടിയെടുത്തു. വീട്ടിലെത്തി ലച്ചുവിനെ കണ്ടതും ആര്യക്കും കാവ്യക്കും പ്രിയക്കും സമാധാനമായി. ലച്ചു കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. ലച്ചു ബാത്റൂമിൽ നിന്ന് ഫ്രഷായി വന്ന കണ്ണാടിക്കുമ്പോൾ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രിയയുടെ സൗണ്ട് കേട്ടത്. അത് കേട്ടത് അവൾ തിരിഞ്ഞു നോക്കി. അറിയോ ഓക്കെ? പ്രിയ ചോദിച്ചു. ലച്ചു തലയാട്ടി. സോറി പ്രിയ. എന്തിനാ? എനിക്കറിയില്ലായിരുന്നു തൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന്. ഇന്ന് ആര്യ പറഞ്ഞപ്പോഴാ കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞ്. ഒന്നും അറിയാതെ ഞാനും തന്നെ വിലക്കിയില്ലേ, അതിന് സോറി. അത് അന്ന് തന്നെ പ്രിയ മാറ്റി പറഞ്ഞാണല്ലോ. അതെ, പക്ഷെ എന്തോ ഇന്ന് ആലോചിച്ചപ്പോൾ ഒരു വിഷമം. താൻ വിഷമിക്കണ്ട. തനിക്ക് എന്താ ആവശ്യമുണ്ടെങ്കിൽ നന്ദുവിനോട് പറയാം. അവൻ ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരും. എനിക്കതിന് യാതൊരു എതിർപ്പുമില്ല. ഉള്ളിലൊരുപാട് വിഷമമുണ്ടെന്ന് അറിയില്ലായിരുന്നു. സോറി കേട്ടോ. പ്രിയ പറഞ്ഞു കേട്ട് ലച്ചു ചിരിച്ചു. പിന്നീട് ദിവസങ്ങൾ കടന്നുപോയി. കാർത്തിയും കൂട്ടരും ലച്ചുവിനെ തിരിഞ്ഞ് എല്ലായിടത്തും അന്വേഷണം തുടർന്നു. ഒപ്പം ഗിരിയെയും ശാരദയും ഗൗരി ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ ലച്ചു അമ്മയ്ക്കമ്മ കിച്ചണിൽ നിൽക്കുമ്പോഴാണ് എഴുന്നേറ്റപാട് ആനന്ദ് താഴേക്ക് വരുന്ന കണ്ട് അമ്മാവനെയും നോക്കി. അമ്മേ, ഞാൻ ഇവിടെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോവാ. ലച്ചു 9 മണിയാകുമ്പോൾ റെഡിയായി നിൽക്ക്. ആനന്ദ് വന്നപാടെ അത് പറഞ്ഞ് നേരെ റൂമിലേക്ക് തിരിച്ചുപോയി. അത് കണ്ടത് ലച്ചു അമ്മയെ നോക്കി. അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. മോള് റെഡിയായി നിൽക്ക്, എന്തെങ്കിലും കാര്യം ഉണ്ടാകും. അമ്മ അത് പറഞ്ഞ് ജോലിയിൽ ശ്രദ്ധിച്ചു. ലച്ചു അത് എന്താവും എന്നോർത്ത് ആലോചിച്ച് നിന്നു. ഇറങ്ങാം. ആനന്ദ് റെഡിയായി വന്നു ലച്ചുവിനോട് ചോദിച്ചു. അവൾ റെഡിയായി നിൽക്കുകയായിരുന്നു. അവൻ ചോദിച്ചതിന് അവൾ തലയാട്ടിക്കൊണ്ട് എല്ലാവരോടും പറഞ്ഞ് അവൻ്റെ കൂടെ ഇറങ്ങി. എങ്ങോട്ടെന്നറിയാതെ ലച്ചു അവനെ നോക്കി. അതെ, എവിടേക്കാ പോകുന്നേ? അത് പറയാം, എന്നാലും കളയാനല്ല. താൻ കുറച്ചൊന്ന് ക്ഷമിക്കുക. എന്നാലും എവിടേക്കാണെന്ന് പറഞ്ഞൂടെ? പറയാനല്ല, കാണിച്ചു തരാൻ പോവല്ലേ. തനിക്കൊരു ചെറിയ സർപ്രൈസ് തരാനാ. ഇനിയൊന്നും ചോദിക്കരുത്. സർപ്രൈസോ? എനിക്കോ? എന്തേ, ഞാൻ സർപ്രൈസ് താൻ സ്വീകരിക്കില്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ച അതല്ല. എനിക്കൊക്കെ സർപ്രൈസ് തരാൻ ആരാ ഉള്ളെന്ന് കരുതി ചോദിച്ചതാ. അതിനവരൊന്ന് ചിരിച്ചു കാണിച്ചു. ലച്ചു എന്താവും ആ സർപ്രൈസ് എന്ന് ആലോചിച്ചിരിക്കാൻ തുടങ്ങി. ആനന്ദും ലച്ചും പോകുന്നുണ്ട്. എല്ലാവരും തിരിച്ചകത്തേക്ക് കയറിയതും പ്രിയയുടെ മാറ്റം കണ്ട അതിശയത്തിൽ നിൽക്കുകയായിരുന്നു അമ്മ. അവർ പോകുന്നുണ്ട് ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന പ്രിയയെ കണ്ട് അവർക്ക് വിശ്വസിക്കാനായില്ല. നേരത്തെ ആയിരുന്നുവെങ്കിൽ ദേഷ്യത്തിൽ കയറി പോകുന്ന ആളാണ്. ഇപ്പൊ ഇവൾക്ക് എന്ത് പറ്റി? പ്രിയയെ നോക്കി അമ്മ ആലോചിച്ച് അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് പ്രിയ മേലേക്ക് കയറിപ്പോയി. കാവ്യ മോളെ. പ്രിയ പോകുന്നുണ്ട് അമ്മ കാവ്യെ വിളിച്ചു. എന്താ ആന്റി? വിളിയേട്ട് കാവ്യ എത്തിയതും അവൾക്ക് പുറകെ പാല് പോലെ ആര്യയും എത്തി. മോളെ, പ്രിയ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പ്രിയയോ? ഇല്ലല്ലോ. അവിടെ എന്നോട് എന്ത് പറയാൻ ആന്റി? ഇപ്പൊ കമ്പനി ലച്ചുവായിട്ടാ. അത് കമ്പനിയൊന്നല്ല അമ്മ, പ്രിയ ഏട്ടനായിട്ട് സെറ്റാക്കാൻ നടക്കല്ലേ ചേച്ചി, അതുകൊണ്ടുള്ള സ്നേഹ. ആര്യ പറഞ്ഞു അമ്മ കാവ്യെ നോക്കി. നിന്റെ ആദ്യയുടെയും വിവാഹം നിശ്ചയിച്ചിട്ട് കുറേ ആയില്ലേ? ഇനി അത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോഴാണെങ്കിൽ അവനെ കാണാനെങ്കിലും കിട്ടുന്നുണ്ട്. ഇനി ചിലപ്പോൾ അതിന് പോലും സമയം കിട്ടിയെന്ന് വരില്ല. അതിന് വലിയേട്ടൻ്റെ വിവാഹം കഴിയാതെ എങ്ങനെയാ അവരുടെ നടത്തുന്നേ? ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഇവരുടെ അല്ലേ. നന്ദുവിന്റെ വിവാഹത്തിന് അവനും കൂടി സമ്മതിക്കണ്ടേ? കാത്തിരിക്കാന്ന് വെച്ചാൽ എത്രയാ? അതുകൊണ്ട് ഇവരുടെ കാര്യം ഒരു തീരുമാനമാക്കണം. നന്ദുവിന് എപ്പോഴാണ് സമ്മതം വെച്ചാൽ അപ്പോൾ നടത്താം. നന്ദുവേട്ടൻ്റെ വിവാഹം കഴിയാതെ ഞങ്ങൾ വേണ്ട ആൻറ്റി. ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മതിയെന്നാണ് ഞങ്ങളുടെ പ്ലാന്. അതിന് എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും സാരില്ല.
മോളെ കല്യാണം എന്നൊക്കെ പറയുന്നതിന് ഓരോ സമയമുണ്ട്. അറിയാം ആൻറ്റി. എന്നാലും ഏട്ടനിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു ജീവിതം വേണ്ട. ഏട്ടനും കൂടി ഒരു ജീവിതം ഉണ്ടായിട്ട് മതി ഞങ്ങൾക്കും. അത് മുന്നേ ഞങ്ങൾ തീരുമാനിച്ചാ. കാവ്യ അത് പറഞ്ഞുകൊണ്ട് പോയി. അമ്മ വിഷമിക്കണ്ട, സമയമായിട്ടില്ലായിരിക്കും. ആവുമ്പോൾ എല്ലാം നടക്കും. വലിയേട്ടനുള്ള പെണ്ണ് ഈ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ എന്തിനാ അമ്മ ടെൻഷനാവുന്നത്? ഏട്ടനും ലച്ചുവേച്ചി നല്ല മാച്ചാ. അവരെ ഒന്നിക്കേണ്ട. അതിനുള്ള വഴിയേനി നമ്മൾ നോക്കേണ്ട. പക്ഷേ ലച്ചുവിൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കോ? ബാക്കിയുള്ളവർ സമ്മതിക്കോ? ഇവിടെ എല്ലാവരും ഏട്ടനെ കൊണ്ട് പ്രിയ വിവാഹം ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടും അച്ഛനും അമ്മയും ഏട്ടൻ്റെ ആഗ്രഹം പോലെ വേണ്ടെന്ന് വെച്ചല്ലേ. അതുപോലെ തന്നെ ഇത് അച്ഛൻ്റെയും അമ്മയുടെയും വാക്കിനോളവും സമ്മതത്തോളവും ഒന്നുമില്ല. നമുക്ക് ചേച്ചിയുടെ അച്ഛനോടും അമ്മയും സംസാരിക്കാം. അമ്മ ടെൻഷനാവാണ്ടിരിക്കുക. ഞാനല്ലേ പറയുന്നത്? ആരി കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അത് കേട്ട് അമ്മ ചിരിച്ചു. താഴേക്ക് വരാൻ പോയ പ്രിയ ഇതൊക്കെ കേട്ട് നടുക്കത്തിൽ നിൽക്കുകയായിരുന്നു. എല്ലാവരും നന്ദുവിൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നു. അവൻ്റെ സന്തോഷം മാത്രം. എൻ്റെ വിഷമം താരും കാണാത്ത. ലച്ചുവിന് ഇവരുടെ ആഗ്രഹത്തെല്ലാം അറിയായിരുന്നോ? എന്നിട്ട് അവൾ എൻ്റെ കൂടെ ഒന്ന് പറ്റിക്കുകയായിരുന്നു. ഞാനാ മണ്ടി. എല്ലാത്തിനും അവർക്ക് അവസരം ഒരുക്കി കൊടുത്ത മണ്ടി. പ്രിയ സ്വയം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് തിരിച്ചുപോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.